നെവീൻ്റെ മനസ്സിലുള്ള ആ ദുഷ്ടചിന്ത അല്ലെങ്കിൽ ആ ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ, ഇന്ന് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് തുറന്നടിച്ചിരിക്കുകയാണ്. അനുവിൻ്റെ പാവയിൽ നെവിൻ മോഷ്ടിച്ച സമയത്ത് അനു പിച്ചുകയും മാന്തും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ട് അന്നേരം നെവിൻ ഒന്നും തിരിച്ചു പറയാൻ പറ്റിയില്ല. എങ്കിൽ പോലും കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നെവിന് അനുവിനെ കൊക്കയിലേക്ക് തള്ളിയിടാൻ തോന്നിയിരുന്നെന്നും വെള്ളത്തിൽ തള്ളിയിടാൻ തോന്നിയിരുന്നെന്നും എന്നൊക്കെയാണ് പറയുന്നത്. അതായത് കൊല്ലാൻ പോലും തനിക്ക് തോന്നി എന്നുള്ള രീതിയിലാണ് നെവിൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ദുഷിപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയ സമയത്താണ് അനു ഫുഡ് കൊടുക്കാൻ വേണ്ടി അക്ബറിനും ആര്യനും കൊടുത്തിട്ട് ഫുഡ് ബാക്കിയുള്ളത് കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് വന്നപ്പോൾ ആ ടൈമിൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെല്ലാം താൻ ഉറഞ്ഞ തുള്ളി. അതിൻ്റെ വെച്ചിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അനുവിനോട് ആ നൈറ്റ് അത്രയും പ്രശ്നം താൻ ഉണ്ടാക്കിയതെന്നും നെവിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അനുവിനോട് ആ ഇഷ്യൂ ഉണ്ടാക്കിയതെന്നും ആ സമയത്താണ് അനു ആ നെവിൻ അത്രയും പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നെവിൻ ആ ഫുഡ് കൊടുക്കാതെ അനു ഫുള്ളെടുത്ത് കഴിച്ചത്. ആ കഴിച്ചതിൻ്റെ പേരിലാണ് ബാക്കിയുള്ളവരും കൂടെ ആ ഫുഡ് ഉണ്ടാക്കാൻ വിളിച്ച ആൾക്കാർ, അതായത് അക്ബറും ആര്യനും നെവിന് കൊടുക്കാതെ ആ ഫുഡ് അനു കഴിച്ചെന്നുള്ള രീതിയിലാണ് അനുവിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. ഇതേ സമയം തൻ്റെ കൂട്ടുകാരൻ മറ്റേ ആളുടെ അടുത്ത് പേഴ്സണൽ ഗ്രഡ്ജും അയാളെ കൊല്ലാനുള്ള ദേഷ്യം വെച്ചിട്ടാണ് ഉറഞ്ഞു തുള്ളിയതെന്നും മനസ്സിൽ ഇത്രയും വൈരാഗ്യം വെച്ചിട്ടാണ് ആ രാത്രിയിൽ അത്രയും പ്രശ്നമുണ്ടാക്കിയതെന്നും കൂടെ നിൽക്കുന്ന രണ്ടുപേരും മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാത്ത പോലെ അഭിനയിക്കുകയാണ്. നെവിന് എന്താണ് ഇത്ര പേഴ്സണൽ വൈരാഗ്യം എന്നറിയത്തില്ല. ഇത് കുറച്ച് നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നെവിന്. അപ്പം ഈ ഒരു കൊല്ലാൻ വരെ മനസ്സിൽ തോന്നുന്ന അത്രയും വൈരാഗ്യം വെച്ചിട്ടാണ് നെവിൻ കിടന്നുറങ്ങുന്നത് വരെ. അപ്പം ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂ നടക്കുമ്പോഴും ലാലേട്ടൻ വെറും മൗനം പാലിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനിങ്ങനെ ഇത്രയും സ്ട്രെസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തിന് ഇത്രയും ഇത് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ ഫൈൻ, ഇത് ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിനകത്ത് ഇങ്ങനെയാണ്. പക്ഷെ നേരെ മറിച്ച് ഇവർ ചെയ്താലോ, ലൈക്ക് ഇപ്പം അവരുടെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് വന്ന സമയത്ത് നെവിൻ അതിൻ്റെ ഇടയ്ക്ക് കയറി ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് കയറി കിടക്ക് വരെ ചെയ്തു, ആ ഒരു ടാസ്ക് കുളമാക്കുന്ന രീതിയിൽ. എന്നിട്ട് ലാലേട്ടൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ വേറൊരാൾ ടാസ്ക് കുളവാക്കാൻ നോക്കിയാലോ, ഷാനവാസ് കഴിഞ്ഞ വട്ടം ടാസ്ക് കുളവാക്കാൻ നോക്കിയാൽ എന്തൊക്കെയായിരുന്നു അവിടെ പുകില്. ഇങ്ങനെ ആർക്കൊക്കെ എന്തോരം ടൈമിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അനീഷിനെ പറഞ്ഞിട്ടില്ലേ, അനുവിനെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ഈ നെവിൻ, അക്ബർ, ആര്യൻ എന്നിവർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പം പ്രത്യേകിച്ച് കുലുക്കോ അല്ലെങ്കിൽ ഒരു റെസ്പോണ്ടോ ലാലേട്ടനില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അനു ഇത് പാർഷ്യലി കുറ്റക്കാരിയാണ്, ഒരു കടലമാവാണ് എടുത്തതെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കുറച്ച് പേർക്ക് മാത്രം എടുത്ത് കൊടുത്തത് കുറ്റക്കാരിയാണ്. എങ്കിൽ പോലും ഇത്രയും ഒരു ആക്രമം ഉണ്ടായിട്ട് ലാലേട്ടൻ അതിനകത്ത് മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. നെവിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ ഇരുത്തി. ലാലേട്ടൻ പിന്നെ അത് നൈസായിട്ട് ഒതുക്കി അവിടെ തീർത്തു.